സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്നതിനായി അയാൾക്കൊരു ഷൂസ് ഇല്ലായിരുന്നു. അത് കടം വാങ്ങേണ്ടി വന്നു. അവിടെ നിന്നും തുടങ്ങിയതാണ്. പിന്നെ ആ ചെറുപ്പക്കാരനെ ബാരാമുള്ളയുടെ ഡെയിൽ സ്റ്റെയിൻ എന്ന് നാട്ടിലെ ക്രിക്കറ്റ് പ്രേമികൾ വിളിച്ചു തുടങ്ങി. ഒരു നല്ല ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ലാത്ത ആ നാട്ടിലേക്ക് അയാൾ രാജ്യത്തെ ഏറ്റവും വിലപിടിച്ച ക്രിക്കറ്റ് കിരീടമായ രഞ്ജി ട്രോഫി എത്തിച്ചു. ദുലീപ് ട്രോഫിയിൽ 4 പന്തിൽ 4 വിക്കറ്റ് എടുക്കുന്ന ആദ്യ ബോളറായി. ഇനി അയാളെ നാം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ കുപ്പായത്തിൽ കാണും. പേര് അക്കിബ് നബി, വയസ്സ് 29. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പേസ് ബോളർമാരിൽ ഒരാളായ സാക്ഷാൽ ജസ്പ്രീത് ബുംറയുടെ പകരക്കാരനായാണ് അക്കിബ് നബി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കുപ്പായമണിയാൻ പോകുന്നത്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം നേടുന്ന ആദ്യ ജമ്മു കാശ്മീർ ക്രിക്കറ്റ് താരം. പർവേസ് റസൂലിനും ഉമ്രാൻ മാലിക്കിനും ശേഷം ഇന്ത്യൻ ടീമിലേക്കെത്തിയ 3ാമത്തെ ജമ്മു കാശ്മീർ താരം. ശ്രീലങ്കൻ പര്യടനത്തിൽ അക്കിബിന്റെ വേഗം ക്രിക്കറ്റ് ലോകം കാണും. ദുലീപ് ട്രോഫിയിൽ കപിൽ ദേവിനും സായ്രാജ് ബഹുദലയ്ക്കും ശേഷം ഹാട്രിക് നേടി താരമാണ് അദ്ദേഹം. ഇവിടെ വരെ എത്താനുള്ള അക്കിബിന്റെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. ശ്രീനഗറിലെ ഷേർ ഇ കശ്മീർ സ്റ്റേഡിയം, ജമ്മുവിലെ മൗലാന ആസാദ് സ്റ്റേഡിയം, ഇത് രണ്ടുമാണ് ജമ്മു കശ്മീർ ടീമിന്റെ ഹോം ഗ്രൗണ്ടുകൾ. പിന്നെയുള്ളത് അമർ സിംഗ് ക്ലബ് ഗ്രൗണ്ടും ഗാന്ധി മെമ്മോറിയൽ കോളേജ് ഗ്രൗണ്ടുമാണ്. ഒരു സംസ്ഥാനത്തെ താരങ്ങൾക്ക് മുഴുവൻ പരിശീലിക്കാൻ ഇത്രയും പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു നാട്ടിൽ നിന്നാണ് അതിവേഗ പേസറായ അക്കിബ് നബി വളർന്നു വന്നത്. ബാരാമുള്ള സ്വദേശിയായ അക്കിബ് ദിവസവും 50 കിലോമീറ്ററിലേറെ സഞ്ചരിച്ചാണ് ശ്രീനഗറിലെ സ്റ്റേഡിയത്തിലെത്തി പന്തെറിഞ്ഞ് പരിശീലിച്ചത്. ആ പന്തേറ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നു. ജമ്മു കശ്മീർ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയപ്പോൾ ആ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ആ ചെറുപ്പക്കാരനായിരുന്നു. 60 വിക്കറ്റുകൾ, അതും വെറും 17 ഇന്നിംഗ്സുകളിൽ നിന്നായി. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും മറ്റാരുമായിരുന്നില്ല. 2 സീസണുകളിൽ നിന്ന് മാത്രം 104 വിക്കറ്റുകളാണ് അക്കിബ് രഞ്ജി ട്രോഫിയിൽ വാരിക്കൂട്ടിയത്. ആ ഒരു മികവ് മാത്രം മതിയായിരുന്നു IPL-ൽ അക്കിബിനായി പണം വാരിയെറിയാൻ. ഡൽഹി ക്യാപിറ്റൽസ് അക്കിബിനായി മുടക്കിയത് 8,40,00,000 രൂപയാണ്. വലങ്കയ്യൻ മീഡിയം ഫാസ്റ്റ് ബോളറായ അക്കിബിന് പന്ത് വിക്കറ്റിന്റെ ഇരുവശത്തേക്കും മനോഹരമായി സ്വിംഗ് ചെയ്യിക്കാനാകും. മാരകമായ സ്പീഡിന് ശ്രമിക്കുന്നതിന് പകരം പന്തിന്റെ സ്വീമിനെയും സ്വിങ്ങിനെയുമാണ് അക്കിബ് ആയുധമാക്കുന്നത്. ഒരേ റിലീസ് പോയിന്റിൽ തന്നെ ബാറ്റ്സ്മാനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇൻസ്വിംഗറും ഔട്ട് സ്വിംഗറും പിറക്കും. ലൈനും ലെങ്തും കൃത്യമായി പാലിക്കുന്നു എന്നതാണ് മറ്റൊരു മിടുക്ക്. റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടാറുണ്ട്. കാണാൻ മനോഹരമായ റണ്ണപ്പും റിസ്റ്റ് പൊസിഷനും ചേർന്ന് അക്കിബിന്റെ ബൗളിങ്ങിനെ ഒരു വിരുന്നാക്കാറുണ്ട്. ആയാസരഹിതമായ ഓട്ടവും മികച്ച റിസ്റ്റ് പൊസിഷനും പന്തിന് നല്ല ബാക്ക് സ്പിൻ ഉറപ്പാക്കുന്നു. പിച്ച് ചെയ്ത ശേഷം അതിവേഗത്തിൽ മൂവ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ പന്തുകൾ. പന്തിന്റെ വേഗം കളിയുടെ സാഹചര്യത്തിനനുസരിച്ച് നിയന്ത്രിക്കാനും അറിയാം. സാധാരണ 135 കിലോമീറ്ററിന് മുകളിലാണ് വേഗം. ബാറ്ററെ കുരുക്കാൻ ശേഷിയുള്ള തന്ത്രങ്ങൾ മെനയാനും അറിയാം. തുടർച്ചയായി ഔട്ട് സ്വിംഗറുകൾ എറിഞ്ഞ് ബാറ്ററെ സെറ്റിലാകാൻ അനുവദിച്ച ശേഷം അപ്രതീക്ഷിതമായി എറിയുന്ന ഇൻസ്വിംഗർ വിക്കറ്റിൽ അവസാനിക്കാറാണ് പതിവ്. 3.5 ഡിഗ്രി വരെ തിരിയുന്ന പന്തുകൾ നേരിടുക എളുപ്പമല്ല. ഡെയിൽ സ്റ്റെയിനും സഹീർ ഖാനും പന്തെറിയുന്നത് കണ്ട് വളർന്നതാണ് പേസ് ബോളിങ്ങിനെ പ്രണയിക്കാൻ കാരണം. ആദ്യമായി ട്രയൽസിന് ഇറങ്ങുമ്പോൾ തന്നെ ഇന്ത്യൻ ടീമിനായി കളിക്കുന്നതാണ് സ്വപ്നം കണ്ടത്. പക്ഷേ അണ്ടർ-19 ടീമിനായുള്ള സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാൻ സ്വന്തമായി ഒരു സ്പൈക്സ് പോലും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിന്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. കളിച്ചു നടക്കുന്നതിനെ രക്ഷിതാക്കൾ ചോദ്യം ചെയ്തു. മകനെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. ക്രിക്കറ്റ് കളിക്കുന്നതിന് അക്കിബ് ചെറുപ്പത്തിൽ കേട്ട വഴക്കിന് കണക്കില്ല. മകൻ പക്ഷേ ആദ്യമായി ജമ്മു കാശ്മീരിന്റെ ക്രിക്കറ്റ് ജേഴ്സി അണിഞ്ഞ നിമിഷം ആ പിതാവിന്റെ മനസ്സു മാറി. അദ്ദേഹവും മകന്റെ ആഗ്രഹങ്ങളുടെ കൂടെ കൂടി. കശ്മീരിൽ നിന്ന് തന്നെയുള്ള പർവേസ് റസൂൽ ആദ്യമായി ഇന്ത്യക്കായി കളിച്ചതാണ് തന്റെ ആഗ്രഹങ്ങൾ വളർത്തിയതെന്ന് അക്കിബ് പറയുന്നുണ്ട്. സെലക്ഷൻ ട്രയൽസിൽ സീനിയറായ മറ്റൊരു താരത്തിന്റെ സ്പൈക്സ് കടം വാങ്ങിയാണ് പന്തെറിഞ്ഞത്. ടീമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു സുഹൃത്തിന്റെ സ്പൈക്സ് ആയിരുന്നു ആശ്രയം. ആ സുഹൃത്ത് കടം നൽകിയ സ്പൈക്സ് ധരിച്ചാണ് ആദ്യമായി സംസ്ഥാനത്തിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയത്. ജമ്മു കാശ്മീർ ടീമിന്റെ മെന്ററായി ഇർഫാൻ പത്താന്റെ വരവാണ് എല്ലാം വേഗത്തിലാക്കിയത്. അണ്ടർ-23 തലത്തിലെ മികച്ച പ്രകടനത്തോടെ പത്താൻ അക്കിബിന് സീനിയർ ടീമിലേക്കുള്ള വഴി തുറന്നു. അക്കിബിന്റെ ബൗളിംഗ് ആക്ഷൻ ഇഷ്ടപ്പെട്ട ഇർഫാൻ പത്താൻ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്: ഒരു കാരണവശാലും അതിൽ ഒരു മാറ്റവും വരുത്തരുത്. മാനസികമായി താരങ്ങളെ പരുവപ്പെടുത്താനാണ് ഇർഫാൻ കൂടുതൽ ശ്രമിച്ചതെന്നും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളാണ് തങ്ങളെ മികച്ച താരങ്ങളാക്കിയതെന്നും അക്കിബ് നബി ഓർക്കുന്നു. പരിചിതമായ മണ്ണിലേക്കാണ് അക്കിബ് നബി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ പര്യടനത്തിലേക്ക് തെരഞ്ഞെടുക്കും മുമ്പ് ഇന്ത്യ A ടീമിനായി ശ്രീലങ്കയിൽ കളിച്ച അക്കിബ് 2 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് പിഴുതത് 6 ലങ്കൻ വിക്കറ്റുകളാണ്. 58 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തിയതായിരുന്നു മികച്ച പ്രകടനം. പേസ് ബൗളർ എന്നതിനൊപ്പം വാലറ്റത്ത് റൺസ് ഉയർത്താൻ ശേഷിയുള്ള ബാറ്റർ കൂടിയാണ് അദ്ദേഹം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറികളും ലിസ്റ്റ് ഏകദിനങ്ങളിൽ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് അക്കിബ് നബി.
ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം തുടരുമ്പോഴും IPLലേക്ക് പരിഗണിക്കാത്തതിൽ നിരാശയുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും മെച്ചപ്പെടാനുള്ള വാശിയാണ് അത് തന്നിലുണ്ടാക്കിയതെന്നാണ് അക്വിബ് പറയുന്നത്. അത്തരം വാശിയാണ് അയാളെ ഇന്ന് ഇന്ത്യൻ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. പുതിയ പേസർമാരെ ഇന്ത്യൻ ടീം തേടുന്ന ഇക്കാലത്ത് അക്വിബ് നബി ഒരു വാഗ്ദാനമാണ്. ബുംറ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യൻ പേസിനെ നയിക്കാൻ അയാൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.